70 ടണ്ണും 100 ടണ്ണും 150 ടണ്ണും ഒക്കെയാണ് പ്ലെയിനുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. നിലത്തേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് അത് താങ്ങണമല്ലോ. ആ ഇമ്പാക്റ്റ് താങ്ങണമെങ്കിൽ അതിനും ഒരു നിശ്ചിത അളവുണ്ട്. 70 ടൺ ഭാരത്തിൽ നിലത്തു നിന്നും പൊങ്ങാൻ കഴിവുള്ള ഒരു പ്ലെയിൻ തിരിച്ചിറക്കണമെങ്കിൽ 70 ടൺ ഭാരത്തിൽ കൊണ്ട് ഇറക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ 55 ടണ്ണേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 60 ടണ്ണേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളൊരു കണക്ക്, ഒരു റഫ് കണക്ക് പറഞ്ഞാണെങ്കിലും അങ്ങനെ ഒരു കണക്കുണ്ട്. ഈ അപ്പർ ലിമിറ്റ് കൂടുന്നു എന്ന് കണ്ടാലാണ് പിന്നെ ആകാശത്ത് നിന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആകെ ഇതിനകത്തുനിന്ന് എടുത്ത് കളയാൻ കഴിയുന്ന കാര്യം ഈ ഫ്ലൈറ്റുകൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ടാണോ പോകുന്നത്, മുകളിലും താഴെയായിട്ടാണോ, എങ്ങനെയാണ് ഇതിൻ്റെ യാത്ര ആകാശത്ത്? വിമാനങ്ങൾ പൊതുവേ പോകുന്നത്, ഇപ്പോൾ നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ ഹൈവേ എന്ന് പറയുമല്ലോ. നമ്മൾ ഹൈവേസ് ഉണ്ട്, നമുക്ക് ജംഗ്ഷൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ മുകളിൽ ആകാശത്ത് എയർവേ ഉണ്ട്. എയർവേസിലെ ജംഗ്ഷൻസ് ഞങ്ങൾ വേ പോയിന്റ്സ് എന്ന് പറയും. അത് ഇമാജിനറി ജംഗ്ഷൻസ് ആണ്. ഇതെല്ലാം ഈ GPS കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ പറയുമല്ലോ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന GPS കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഓരോ പേരും കൊടുത്ത് നാമകരണം ചെയ്തുണ്ടാക്കിയിട്ടുള്ള ജംഗ്ഷൻസും ആണ്. എയർവേസിന് ഓരോ കോഡ് പേരുകളുണ്ട്. ഈ വഴിയിൽ കൂടെ മാത്രമേ എങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. അത് ഒരു പൈലറ്റിന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു പോകാൻ പറ്റില്ല. ഇതെല്ലാം എയർ ട്രാഫിക് കൺട്രോളിന്റെ റേഡാറിന്റെ കൺട്രോളിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ എയർവേ വഴി പോകുമ്പോൾ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ എപ്പോഴും ഒന്നുകിൽ മുകളിലും താഴെയായിട്ടായിരിക്കും പോകുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതും മുകളിലും താഴെയായിട്ട് അതേ എയർവേയിൽ കൂടി ചിലപ്പോൾ കൃത്യം ഓപ്പോസിറ്റ് ആയിട്ടും പാസ് ചെയ്ത് പോകാറുണ്ട്. അതിനും ചില ഇന്റർനാഷണൽ റൂൾസ് ഉണ്ട്. ഈ റൂൾസ് അനുസരിച്ച് എപ്പോഴും മിനിമം 1000 അടി വ്യത്യാസത്തിൽ മുകളിലും താഴെയും കൂടെ പ്ലെയിനുകൾ ക്രോസ് ചെയ്ത് പോകാറുണ്ട്. അത് 1000 അടി എന്ന് വെച്ചാൽ 300 മീറ്റർ. ഈ ഒരു വ്യത്യാസത്തിൽ പ്ലെയിനുകൾ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. നോർമലി ഫേസ് ടു ഫേസ് വന്നാൽ എന്താണ് സംഭവിക്കുക? നോർമലി ഇത് മാറുമോ, നമ്മൾ മാറ്റണോ, ഓട്ടോമേറ്റഡ് ആണോ ആ സിസ്റ്റം? അല്ല, ഒന്നുകൂടെ കറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ, അല്ല സാധാരണക്കാരുടെ ഭാഷ ചോദിക്കണം, ഒരു പ്ലെയിനിങ് 2 വശത്തേക്ക് വരുമ്പോൾ മറ്റൊരാളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അളിയാ ഞാൻ വലത്തേക്ക് പോവാം, ഞാൻ ഇടത്തേക്ക് പോവാം, അല്ലെങ്കിൽ താഴത്തേക്ക് പോവാം, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിലാണോ പോകണത്, അല്ലെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് പോവോ? ഓക്കെ, 2 കാര്യങ്ങൾ. ഒന്ന്, എപ്പോഴും പൈലറ്റ്സ് വയർലെസ്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പൊതുവെ എയർ ട്രാഫിക് കൺട്രോളും പൈലറ്റ്സുമായിട്ടാണ് സംസാരിക്കുന്നത്. എങ്കിലും ഒരു വലിയ ഏരിയയിൽ 100 കണക്കിന് കിലോമീറ്റർ വ്യാപ്തിയുള്ള ഒരു ഏരിയക്കകത്തുള്ള എല്ലാ പ്ലെയിനുകളും സംസാരിക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ കഴിയും, വയർലെസ് ആയതുകൊണ്ട്. വേണമെങ്കിൽ ഒരു അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം പ്ലെയിനുകൾക്ക് തമ്മിൽ. പക്ഷേ സാധാരണ അത് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കാര്യം എയർ ട്രാഫിക് കൺട്രോൾ എപ്പോഴും അതിനേക്കാൾ ഭംഗിയായി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വളരെ സഫിസ്റ്റിക്കേറ്റഡ് ഒരു ജോബാണ് എയർ ട്രാഫിക് കൺട്രോൾ. എന്നാൽ രണ്ടാമത്തെ കാര്യം, എതിരെ ബൈ ചാൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എതിരെ എന്തെങ്കിലും കാരണവശാൽ 2 പ്ലെയിനുകൾ വരികയാണെങ്കിൽ ആ വരുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന എങ്ങനെയെന്നും ഞങ്ങളെല്ലാവരും ട്രെയിൻഡാണ്. അതെന്ത് ചെയ്യണമെന്നും, ഒരാൾ താഴോട്ട് പോകണോ മറ്റൊരാൾ മുകളിലോട്ട് പോകണോ എന്നുള്ള രീതിയിൽ ട്രെയിൻഡാണ്. ഞങ്ങൾ എല്ലാ 6 മാസവും അതിൻ്റെ ട്രെയിനിങ് വീണ്ടും മാനുവലി ചെയ്യേണ്ടതാണ് അല്ലേ? അല്ല, സിസ്റ്റം ചെയ്യുന്നത് മാനുവലി ചെയ്തിരുന്നു. ഇന്നത്തെ അവസ്ഥയിലുള്ള എയർക്രാഫ്റ്റ്സിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള സംവിധാനം, ഓട്ടോമാറ്റിക് സംവിധാനം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്ലെയിനുകളിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപകടമില്ലാതെ ഒഴിഞ്ഞു മാറി പോകാനുള്ള സംവിധാനം ഇന്നത്തെ നമ്മുടെ എയർക്രാഫ്റ്റ്സിനുണ്ട്. അതെന്തെങ്കിലും കാരണവശാൽ നടക്കാതെ വന്നാൽ ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും മാനുവലായിട്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ട്രെയിനിങ്ങും ഞങ്ങൾക്ക്. സതീഷ് ചോദിച്ച പോലെ പൈലറ്റിനോടല്ല അളിയാ ഞാൻ മാറിപ്പോണെന്ന് ചോദിക്കും, ഫ്ലൈറ്റിനോട് ചോദിക്കും അളിയാ ഞാൻ എപ്പോഴും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇതുപോലത്തെ തന്നെ എനിക്കിപ്പോഴും തോന്നാറുള്ള ഒരു സംഭവമാണ്, നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ചില പൈലറ്റുമാരൊന്നും അടിച്ചു വിട്ടുപോയി നേരത്തെ കൊണ്ടിറക്കും. ചിലവന്മാരെ കൊള്ളൂല, ഭയങ്കര അവൻ കുലുക്കി ഓടിക്കുന്നു. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വാസ്തവം? മിക്ക പൈലറ്റുകാരും അടിച്ചു വിട്ടുപോയി അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന സമയത്തേക്ക് കഴിഞ്ഞും കുറച്ച് നേരത്തെ എത്താറുണ്ട്. അത് മനഃപൂർവ്വം ഇടുന്നതാണോ? ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഒരു പൈലറ്റിന് പെട്ടെന്ന് പോയിട്ട് കാര്യമൊന്നും ഇല്ലെങ്കിൽ കുറയ്ക്കാൻ കഴിയുമോ സ്പീഡ്? തീർച്ചയായിട്ടും കുറയ്ക്കാൻ കഴിയും. പക്ഷെ എന്നാലും ഇതിന് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ടല്ലോ, പ്ലെയിനുകൾ മുമ്പിലും പുറകിലിട്ടാണോ പോകുന്നത്.
ഒരേ റൂട്ടിൽ കൂടെ മുമ്പിലും പുറകിലായിട്ട് 2 പ്ലെയിൻ പോവുകയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 3 പ്ലെയിൻ പോവുകയാണെന്ന് വയ്ക്കുക. മുമ്പിൽ പോകുന്ന പ്ലെയിൻ പെട്ടെന്ന് സ്പീഡ് കുറച്ചാൽ പുറകിലുള്ള പ്ലെയിൻ വളരെ അടുത്ത് വരില്ല. ഇത് അപകടമാണ്. അത് ശരിക്കും അപകടം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ ഒരിക്കലും അത് സമ്മതിക്കില്ല. നിശ്ചിത സ്പീഡിൽ തന്നെ പോകാനായിട്ട് നമ്മളെ അഡ്വൈസ് ചെയ്യാറ്. അത് നമുക്ക് തെറ്റിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ തന്നെ കുറയ്ക്കാൻ കഴിയുള്ളൂ. സ്പീഡ് കൂട്ടാൻ കഴിയുമ്പോൾ കൂട്ടാൻ കഴിയും. പക്ഷേ നമ്മൾക്ക് മുന്നിലുള്ള പ്ലെയിൻ ഒരു നിശ്ചിത സ്പീഡിൽ പോവുകയും നമ്മൾ സ്പീഡ് കൂട്ടുകയും ചെയ്താൽ വീണ്ടും അപകടമാണ്. അല്ല, അതായത് പൈലറ്റിന് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ലീഗൽ റൈറ്റ് ഉണ്ടോ അതോ എയർ ട്രാഫിക് കൺട്രോളിനാണോ? അതോ ലീഗൽ റൈറ്റ് നമുക്കുണ്ട്. നമുക്ക് ഏത് കാര്യത്തിനുമുള്ള ലീഗൽ റൈറ്റ് ഉണ്ട്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും ഒരു നിശ്ചിത അളവ് വരെ. പക്ഷേ അവിടെയും മുമ്പിലോ പുറകിലോ വേറെ വിമാനമുണ്ട്, അപകട സാധ്യതയുണ്ടെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ അപ്പോൾ പറയും സ്പീഡ് കൂട്ടണ്ട കുറയ്ക്കൂ, അല്ലെങ്കിൽ കുറയ്ക്കണ്ട കൂട്ടൂ എന്ന് പറയും. നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ആ നേരത്തെ എത്തുന്ന കാര്യമുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിൽ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2.5 മണിക്കൂറിൽ എത്തിക്കും. എന്നാൽ പിന്നെ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോരെ? അതായത് നമ്മൾ പോകുന്ന റൂട്ടിൽ പലപ്പോഴും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ബോംബെക്ക് പോകുന്ന അല്ലെങ്കിൽ ഡൽഹിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വര വരച്ച പോലെ നേരെ പോകാനും കഴിയില്ല. പലപ്പോഴും ഓരോ ഈ പറയുന്ന എയർവേയിൽ കൂടെ പോയി ഒരു പെർട്ടിക്കുലർ സ്പോട്ടിലെത്തി അവിടെ നിന്ന് വലതോട് തിരിഞ്ഞ് ഇടതോട് തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. പക്ഷേ വേറെ വിമാനങ്ങളൊന്നും ആ ഏരിയയിൽ ഇല്ലെങ്കിൽ നമുക്ക് അത് ബൈപ്പാസ് ചെയ്ത് ഷോർട്ട് കട്ട് തരാൻ എയർ ട്രാഫിക് കൺട്രോളിന് കഴിയും. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷോർട്ട് കട്ട് ലഭിക്കുകയും നമ്മൾ മൊത്തം 2 മണിക്കൂർ യാത്രയാണെങ്കിൽ അത് ചിലപ്പോൾ 1 മണിക്കൂർ 50 മിനിറ്റായി കുറയുകയും ചെയ്യും. അത് പ്രത്യേകിച്ചും വളരെ ലോങ് ഫ്ലൈറ്റ്സിൽ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റ്സ് ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് കിട്ടിയാൽ ഒരുപാട് സമയലാഭം ഉണ്ടാവും. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇന്ന് സമയത്തിന് മുമ്പേ ഇറങ്ങാൻ പറ്റാറുണ്ട്. അതാ പൈലറ്റിന്റെ കഴിവല്ല, കിട്ടുന്ന റൂട്ട് പൈലറ്റിന്റെ കഴിവ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ റൂട്ടിന്റെ അവൈലബിലിറ്റിയും കൂടെ. അതുകൂടാതെ ഇപ്പോൾ ഒരു ബിസി ആയിട്ടുള്ള എയർപോർട്ടിൽ പെട്ടെന്ന് അവർക്ക് ഒരു 10 വിമാനങ്ങൾ ക്യൂ ആയിട്ട് വന്ന് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടി പുറകെ വരുന്ന ഒരു വിമാനത്തിന് പെട്ടെന്ന് അവർക്ക് സാധ്യതയുണ്ടെങ്കിൽ ഇറങ്ങാൻ സമ്മതിക്കും. അപ്പോൾ ഈ കറങ്ങി വന്നൊക്കെ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഷോർട്ട് കട്ട് അവിടെയും കിട്ടിയാൽ സമയലാഭം എപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വേഗം എത്താറുണ്ട്. ഈ ബോംബെ എയർപോർട്ടിൽ അല്ലെ ഡൽഹി എയർപോർട്ടിലൊക്കെ നമ്മളിങ്ങനെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ മിനിറ്റിലും വന്ന് ഇറങ്ങി 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 പോകുന്ന കാണാൻ പറ്റും. അതിനൊരു ടൈം ബൗണ്ടിങ് ഉണ്ടോ? എന്താണ് ഇത്ര? അതെ, അതിന് ഏറ്റവും രസകരമായി കാണുന്നത് ബോംബെ എയർപോർട്ടിൽ തന്നെയാണ്. കാര്യം മറ്റുള്ള എയർപോർട്ട്സിനെ അപേക്ഷിച്ച് ബോംബെ എയർപോർട്ടിൽ ഒരു സമയം ഒരു റൺവേ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് വലിയൊരു കുഴപ്പമാണ്. കാര്യം ഇത്രയും ബിസി ആയിട്ടുള്ളൊരു എയർപോർട്ട് ഇന്ത്യയിൽ ഡൽഹിയും ബോംബെയും ആണല്ലോ ഏറ്റവും ബിസി ആയിട്ടുള്ള എയർപോർട്ട്സ്. അവിടെ പക്ഷേ ഇത്രയും ബിസി ആയിട്ടുള്ള എയർപോർട്ടിൽ ഒരു റൺവേ മാത്രം എന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഡൽഹിയിലാണെങ്കിൽ ഇന്ന് 4 റൺവേ ഉണ്ട്. അപ്പോൾ 4 റൺവേയിൽ എപ്പം നോക്കിയാലും മിനിമം ഒരു റൺവേ കൂടെ ടേക്ക് ഓഫും മറ്റേ റൺവേയിൽ ലാൻഡിങ് ചെയ്യാൻ കഴിയും. അപ്പോൾ സമയം ലാഭിക്കാം. പക്ഷേ ബോംബെയിൽ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള എയർ ട്രാഫിക് കൺട്രോളിങ് വഴി ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന നിമിഷം അടുത്ത പ്ലെയിനിൽ ലാൻഡ് ചെയ്യുക. ലാൻഡ് ചെയ്ത് ആ റൺവേയിൽ നിന്ന് പുറത്തോട്ട് ആ വിമാനം മാറുന്ന നിമിഷം അടുത്ത പ്ലെയിനിൽ ടേക്ക് ഓഫ് ചെയ്യുക. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ചെയിൻ പ്രോസസ്സിലാണ് ബോംബെ ഫംഗ്ഷൻ ചെയ്യുന്നത്. വളരെ മനോഹരമാണ്. ബോംബെയിലെ മെട്രോ ട്രെയിൻ ഇതേപോലെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. മെട്രോ ട്രെയിൻ കണ്ട് നമ്മൾ പേടിച്ചു. നേരെയൊക്കെ വന്നിട്ട് തിരിഞ്ഞ് ബോംബെ ഒരു അതിശയ നഗരം തന്നെ. അതെ, അതേപോലെ ബോംബെ എയർപോർട്ടും ഒരു അതിശയം തന്നെയാണ്. അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 കേപ്പബിൾ ആൾക്കാരിൽ കൂട്ടാവുന്നതാണ്. ഈ എയ്റോപ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണോ ഈ ഹെലികോപ്റ്റേഴ്സിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ കാര്യങ്ങളും? അതെ, എയ്റോപ്ലെയിൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് 2 ചിറകുണ്ട്. ഹെലികോപ്റ്റേഴ്സിന് ചിറകില്ല. ഹെലികോപ്റ്റേഴ്സിൻ്റെ റോട്ടർ എന്ന് പറയുന്ന വലിയ മുകളിലുള്ള ഫാൻ പോലെ കറങ്ങുന്ന റോട്ടർ. ആ റോട്ടർ കറങ്ങി അതിൻ്റെ ശക്തിയിലാണ് ഇത് നിലത്തു നിന്നും പൊങ്ങുകയും പറക്കുകയും ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഫ്ലൈയിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ ഇതേ ലൈസൻസ് വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, ഇല്ല. ഹെലികോപ്റ്റർ ലൈസൻസും അതിൻ്റെ ട്രെയിനിങ്ങും കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. അതെ, കുറച്ചുകൂടെ ടഫാണെന്ന് തോന്നുന്നു അല്ലേ? ഹെലികോപ്റ്റർ ഫ്ലൈയിങ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ടഫാണെന്നാണ്. ഈ നമ്മളിപ്പോൾ ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും റൺവേയും ഒരു 10 വർഷത്തിനകത്ത് ഈ റൺവേ കോൺസെപ്റ്റുകൾ അപ്രത്യക്ഷമാവുമോ? നേരെ ഒരു ഡ്രോൺ മാതിരി നമ്മളുടെ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്ന തലത്തിലേക്ക് എത്തുമോ? എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ?
വേർട്ടിക്കൽ ടേക്ക് ഓഫ് എന്ന് പറയുന്ന നിലത്തു നിന്നും റൺവേയിൽ കൂടെ ഓടാതെ നിപ്പിന് ഹെലികോപ്റ്റർ പോലെ പൊങ്ങിപ്പോകാവുന്ന പ്ലെയിനുകൾ ഡിഫൻസിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് സീ ഹാരിയർ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് വിമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല. അത് ഈ നിലത്ത് നിന്ന് മുകളിലോട്ട് കുത്തനെ പൊങ്ങുകയും ഇറങ്ങുകയും ചെയ്യുന്ന വിമാനമാണ്. അതേപോലെ തന്നെ അമേരിക്കയുടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ F-35 എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ വിമാനത്തിൻ്റെ പേര്. അതിപ്പോൾ ഉപയോഗിക്കുന്ന വിമാനമാണ്. അത് ഇതുപോലെ നിലത്തു നിന്ന് പൊങ്ങിയും താഴുകയും ചെയ്യാൻ പറ്റും. റൺവേ വേണ്ട. പക്ഷേ ആ വിമാനം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുപാട് എൻജിൻ കപ്പാസിറ്റിയും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒരുപാട് വലുതാണ്. പക്ഷേ അതേപോലെ ഒരു 100-200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിമാനത്തിന് നിലത്ത് നിന്ന് പൊങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റൺവേയിൽ കൂടെ ഓടി ഒരുപാട് ദൂരം ഓടിയതിന് ശേഷം, ഒരു 1-2 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഇത് നിലത്തുനിന്ന് പോകുന്നത്. ജീവിതം പോലെയാണ്, ഒരുപാട് ഓടിയാലേ അതെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനം ഒരു ഡ്രോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റും. ഇന്ന് ബാംഗ്ലൂരിലൊരു കമ്പനി ശരിക്കും ഡ്രോൺസ് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പാസഞ്ചർ ഡ്രോൺസ് ഉപയോഗിക്കാൻ ദുബായിലൊക്കെ അത് പ്രായോഗികമാക്കാൻ ശ്രമിച്ചു, എന്തോ ഡിലേ വരുന്നുണ്ട്. അതെ, ഇപ്പോഴും ശ്രമം നടക്കുന്നുണ്ട്, അത് വരികയും ചെയ്യും തീർച്ചയായിട്ടും. പക്ഷേ അതിനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും അതിനകത്ത് ആകെ മേ ബി 4-5 പേർക്കോ മറ്റോ ഇരിക്കാൻ പറ്റുന്ന ചെറു വിമാനങ്ങളുടെ കപ്പാസിറ്റി അതിനെ കാണുള്ളൂ. മാത്രമല്ല അതിന് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരവും കുറവായിരിക്കും. അതായത് എപ്പോഴും ഒരുപാട് ദൂരം സഞ്ചരിക്കണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്നും ഗൾഫിലോട്ടോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ വലിയ വിമാനങ്ങൾ പറക്കുന്നതിന് അവർക്കുള്ള കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അത് വളരെ ഉയരത്തിൽ സഞ്ചരിക്കുകയും വളരെ സ്പീഡ് കിട്ടുകയും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഡ്രോൺസിന് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിലെങ്കിലും. എനിക്ക് ഒരിക്കൽ ദുബായിൽ നിന്ന് കാലിഫോർണിയ വരെ ഫ്ലൈ ചെയ്തപ്പം ഏകദേശം 18.5 hours ഫ്ലൈയിങ് ടൈമുണ്ട്. 19 hours, ഓൾമോസ്റ്റ് 19. പിന്നെ എയർപോർട്ടിലെ സമയവും ചെക്ക് ഔട്ട് ടൈമും എല്ലാം കൂടെ നോക്കുമ്പോൾ ഏകദേശം ഒരു 20 മണിക്കൂറോളം നമ്മൾ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള വലിയ ഫ്ലൈറ്റുകൾ പറപ്പിക്കുന്ന പൈലറ്റ്സ് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ആൾക്കാർ ഫ്ലൈറ്റിൽ ഉണ്ടാകുമോ? 18 മണിക്കൂർ, 20 മണിക്കൂർ? എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് 22 മണിക്കൂറോ മറ്റോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ കേട്ടതായി തോന്നുന്നുണ്ട്. ഇതുപോലെ വളരെ സമയം ദൈർഘ്യമുള്ള ഫ്ലൈറ്റ്സ് പറപ്പിക്കണമെങ്കിൽ എന്തായാലും പൊതുവെ മനുഷ്യരാണല്ലോ പൈലറ്റ്സ്. നമ്മൾക്കൊരു പരിധി കഴിയുമ്പോൾ നമ്മളുടെ ശരീരം ക്ഷീണിക്കും, നമ്മളുടെ കോൺസെൻട്രേഷൻ കുറയും. എന്തായാലും പ്രാക്ടിക്കൽ അല്ല. അതിന് ചെയ്യുന്നത് പൊതുവെ ലോങ് ഫ്ലൈറ്റ്സിൽ എപ്പോഴും 2 സെറ്റ് പൈലറ്റ്സ് ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ റൂൾ പ്രകാരം പകലാണോ രാത്രിയാണോ എന്ന് നോക്കിയ ശേഷം അതിന് ഒരുപാട് റൂൾസ് ഉണ്ട് ഈ എത്ര ഡ്യൂട്ടി ചെയ്യാം എന്നുള്ളതിന്. അതിനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 8-9 മണിക്കൂർ ഫ്ലൈയിങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 16-18 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ 2 സെറ്റ് ക്രൂ വേണ്ടി വരും. അതായത് ഒരു സ്ഥലത്തുനിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് 2 പൈലറ്റ്സ് ആ വിമാനം പറപ്പിക്കുകയും 2 പൈലറ്റ്സ് പുറകിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്യായിരിക്കും. കുറേ കഴിയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടി മാറി അടുത്ത സെറ്റ് പൈലറ്റ്സ് ആയിരിക്കും പിന്നെ ആ വിമാനം ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഫ്ലൈ ചെയ്ത പൈലറ്റ്സ് പുറകിൽ പോയി റെസ്റ്റ് എടുക്കും. ഇങ്ങനെയുള്ള വിമാനങ്ങളിൽ പൈലറ്റ്സിന് റെസ്റ്റ് എടുക്കാൻ ബങ്കേഴ്സ് ഉണ്ട്, കിടന്നുറങ്ങാം, അങ്ങനെയുള്ള സംവിധാനമുണ്ട്. സതീഷ്, ഈ കുട്ടികൾക്ക് ഇത് പഠിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ നമ്മൾ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? സ്ലീപ്പിംഗ് ഹാബിറ്റ്, ഈറ്റിംഗ് ഹാബിറ്റ്. അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഫിറ്റ്നസിൻ്റെ അതേ ചോദ്യത്തിലേക്കാണ് പിന്നെ വരുന്നത്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു 0 എറർ ജോബാണ്. ഇത്രയധികം യാത്രക്കാരുടെ ജീവൻ, കോടികൾ വിലയുള്ള പ്ലെയിനുകൾ, ഇതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ആ കോക്പിറ്റിലിരിക്കുന്ന 2 വ്യക്തികളുടെ ചുമലിലാണ്. ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ ജോലി ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം ഒരു വ്യക്തിക്ക് വേണ്ടത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ജീവിത രീതിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ജീവിതത്തിലുള്ള ഡേ ടു ഡേ നമ്മളുടെ പ്രാക്ടീസസ് ഏത് രീതിയിൽ നോക്കിയാലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡിസിപ്ലിൻ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനകത്ത് കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, തീർച്ചയായിട്ടും ഈ ജോലിയിൽ കൃത്യസമയത്ത് തന്നെ ഉറങ്ങാനും
കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും കഴിയാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഫ്ലൈറ്റിലൊക്കെ അത്യാവശ്യം കള്ളൊക്കെ കിട്ടുമല്ലോ, ഈ പൈലറ്റിന് ഇത് വല്ല കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, എല്ലാവരും ചോദിക്കും അപകടം ഉണ്ടായി, പൈലറ്റ് വെള്ളം അടിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പം ഇത് എനിക്ക് ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിനൊരു ചെക്കിങ്ങോ അല്ലെങ്കിൽ അവർ തലേദിവസം പോയി കിടക്കുമ്പോൾ പാർട്ടിയോ ഈ കാര്യങ്ങളൊക്കെ സാഹചര്യം ഉണ്ടോ? എന്താണ് അതിൻ്റെ അവസ്ഥ? ഇന്ത്യയിലെ കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യം പറയാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഇത് ഏത് രാജ്യത്താണെങ്കിലും ഇത് ചെയ്യരുത് എന്നാണ് പൊതുവേ ഉള്ള ഇൻ്റർനാഷണൽ റൂൾ പ്രകാരം. ഒരു പൈലറ്റ് ജോലിക്ക് പോകുന്നതിന് മിനിമം 12 മണിക്കൂർ മുമ്പേ മാത്രമേ ആൽക്കഹോളിൻ്റെ എന്തെങ്കിലും ഒരു അംശം ശരീരത്തിൽ ചെല്ലാൻ പാടുള്ളൂ എന്നാണ്. 12 മണിക്കൂർ ഗ്യാപ്പ് മിനിമം വിടണം എന്നുള്ളൊരു ഇൻ്റർനാഷണൽ എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നൊരു പൊതുവായുള്ള റൂളാണ്. ഇന്ത്യയിലെ റൂൾ പ്രകാരം ആ റൂൾ കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് ഏതൊരു പൈലറ്റും ജോലിക്ക് ചെല്ലുമ്പോൾ ആദ്യമായി ചെയ്യുന്ന കാര്യം ബ്രത്ത് അനാലിസിസ് ടെസ്റ്റ് ചെയ്യുക. പോലീസൊക്കെ റോഡിൽ നിന്ന് നമ്മളെ കൊണ്ട് ഊതിക്കത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ആ മെഷീനിൽ ഊതുകയും ആൽക്കഹോൾ 0%, അത് അല്പം പോലും പാടില്ല, അത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ജോലിക്ക് കയറാൻ കഴിയുള്ളൂ. ഏത് പൈലറ്റിനും അങ്ങനെയാണ്, ഏത് ക്യാബിൻ ക്രൂവിനും അങ്ങനെയാണ്. ഇന്ത്യയിലെ റൂൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അത് തെറ്റിച്ചാൽ ജോലി പോകും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ജോലി പോകുന്ന പേടിയെങ്കിലും, അതായത് ലൈസൻസ് വരെ പോകും, പിന്നെ ജോലി ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് 2-3 കാര്യം ചോദിച്ചോട്ടെ. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരെ കാർ ഓടിക്കുന്നതാണോ എളുപ്പം, ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതാണോ എളുപ്പം? എനിക്ക് എളുപ്പം ഫ്ലൈ ചെയ്യുന്നതാണ്. ഒരു ക്യാപ്റ്റൻ്റെ കാര്യം മാറ്റി വെച്ച് നോക്കിയാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതൽ ഏതാണ്? ഇത് ഒരു റിസ്കി ജോബാണ് എന്നുള്ളൊരു സത്യമാണെങ്കിലും ശരിക്കും റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്ത് റിസ്കുകൾ മാറ്റിക്കളയാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഉള്ളവരാണ് പൈലറ്റ്സ്. അപ്പോൾ റിസ്ക് ഇല്ലാതെ ഇത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി പൈലറ്റ്സിനെല്ലാം ഉണ്ട്. അപ്പോൾ അത് റിസ്ക് ഫ്രീ ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഫ്ലൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും എളുപ്പം. കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് ഫ്ലൈ ചെയ്യണത് തന്നെ ആയിരിക്കില്ല നല്ലത്. ഇപ്പം പശ്ചിമേഷ്യയിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം ഭയങ്കരമായിട്ട് കൂടുതലാണല്ലോ. അപ്പോൾ ചില ഫ്ലൈറ്റുകളെങ്കിലും ഇന്ധനം ലാഭിക്കുന്നതിനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്താണ് പൈലറ്റ് സാധാരണ ചെയ്യാറ്? ഇനി മേളിൽ ചെല്ലുമ്പോൾ ഈ സാധനം ഓഫ് ചെയ്തിടുവാണോ, അല്ലെങ്കിൽ എന്താണ് ഇന്ധനം ലാഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ കുറവുണ്ടോ, അതുകൊണ്ട് ഫ്ലൈയിങ് ഏതെങ്കിലും കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അവസ്ഥ? ഇന്ധനം ഏതൊരു എയർലൈൻ ഓപ്പറേഷൻ്റെയും കുറഞ്ഞ പക്ഷം ഒരു 15-20% കോസ്റ്റ്, കുറഞ്ഞ പക്ഷം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വളരെ കൂടുതലുമാണല്ലോ. അതുകൊണ്ട് കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെങ്കിലും പൈലറ്റ്സ് ഞങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനും ട്രെയിനിങ് ഉണ്ട്, എങ്ങനെ ഇന്ധനം ലാഭിക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു ഫ്ലൈറ്റിൽ ഒരു യാത്രക്കാരൻ നമ്മൾ കയറി ഡോറടച്ച് റൺവേയിലേക്ക് നീങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാബിൻ ക്രൂ വിളിച്ച് പറഞ്ഞു. എന്താണെന്നറിയാമോ? അത് പറഞ്ഞത് വളരെ രസകരമാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു, പൈലറ്റ് എൻജിൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഏതൊരു വണ്ടിയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇന്ധനം എടുക്കാൻ കൂടുതൽ ചിലവാകും. അപ്പോൾ ഈ ഇന്ധനം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ആ എൻജിൻ്റെ പവറിൽ മാത്രം റൺവേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വശത്ത് രണ്ടാമത്തെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫ്യൂ മിനിറ്റ്സ് ഇന്ധനം ലാഭിക്കാൻ കഴിയും. അതായത് ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് വരെ ഒരു എൻജിൻ ഉപയോഗിച്ചിട്ട് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ 2 എൻജിൻ ഉപയോഗിക്കും. അതെ, ടേക്ക് ഓഫ് ചെയ്യാൻ എന്തായാലും 2 എൻജിൻ ഇല്ലാതെ കഴിയില്ല. അപ്പോൾ ആ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഒരു നിശ്ചിത സമയത്തിന് മുമ്പേ രണ്ടാമത്തെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്രയും സമയം ലാഭത്തിൽ അത്രയും ഇന്ധനം ലാഭം. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം 100 കണക്കിനോ 1000 കണക്കിനോ ഫ്ലൈറ്റ്സ് ഓരോ എയർലൈൻ കമ്പനികളും ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു പ്ലെയിൻ ഒരു ടേക്ക് ഓഫിന് മുമ്പേ 10 ലിറ്റർ ലാഭിച്ചെന്ന് വയ്ക്കുക. 10 അല്ല, ശരിക്കും വളരെ കൂടുതലാണ്. എങ്കിലും ഒരു എയർലൈൻ ഒരു ദിവസം ഒരു 1000 ഫ്ലൈറ്റ്സ് ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കുക. എത്ര ലിറ്ററായി? 10,000 ലിറ്ററായി. 10,000 ലിറ്റർ വെച്ചിട്ട് 365 ദിവസം. എന്ത് ലാഭമാണ്? ഇതാണ് എൻ്റെ കണക്ക്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റ് പല കാര്യങ്ങളും ഫ്യൂൽ എഫിഷ്യൻ്റായിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞു സ്പീഡ് കൂട്ടി പെട്ടെന്ന് ചെന്നുകൂടാന്ന്. സ്പീഡ് കൂട്ടിയാൽ ഏതൊരു വണ്ടിക്കും സംഭവിക്കുന്ന പോലെ ഏതൊരു പ്ലെയിനിനും കൂടുതൽ ഇന്ധനം വേണ്ടി വരും. അപ്പോൾ നമുക്ക് വളരെ ഡേറ്റാ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അതിനുള്ളത്. ഒരുപാട് നാൾ സ്റ്റഡി ചെയ്ത്
നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് ഓരോ ദിവസവും തരും. ആ വിമാനത്തിൽ ഈ സ്പീഡിൽ ഫ്ലൈ ചെയ്താൽ ഏറ്റവും എക്കണോമിക്കലായിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ ഫ്ലൈറ്റും ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ഞാനൊരു പ്രാവശ്യം അഗത്തിന്ന് കൊച്ചിയിലേക്ക് വന്നപ്പോൾ ആൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ വിളിച്ചിട്ട് അവിടെ ആരെങ്കിലും ഷിപ്പിന് വല്ലതും പോകാനുണ്ടെങ്കിൽ അവരെയും കൂടി റേറ്റ് കുറച്ചിട്ട് നമ്മൾ തിരിച്ച് വല്ല റിട്ടേൺ ഫ്ലൈറ്റിൽ വരും. അപ്പോൾ അവരെന്നോട് കാരണം പറഞ്ഞത് വെയിറ്റ് കുറവാണെങ്കിൽ ഈ ഇന്ധനം കത്തിച്ച് കളഞ്ഞിട്ടേ ഇറക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതെന്താണ് അതിൻ്റെ വാസ്തവം എന്താണ്? ഓരോ പ്ലെയിനും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നിശ്ചിത വെയിറ്റിൽ മാത്രമേ ഇത് നിലത്തുനിന്ന് പൊങ്ങാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെയുണ്ട്. അതെ, അതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട് ഓരോ പ്ലെയിനും. അതിന്റെ ഡിസൈൻ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. അല്ല, ലോവർ ലിമിറ്റ് അല്ല, അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മാക്സിമം ഇത്ര വെയിറ്റ് അതിന് താഴെയാണെങ്കിൽ മാത്രമേ ഇത് നിലത്തുനിന്ന് പൊങ്ങുള്ളൂ എന്നുള്ള കണക്കുണ്ട്. അത് നോക്കിയിട്ടാണ് ആൾക്കാർ, അതനുസരിച്ചാണ് സീറ്റ് എത്ര വേണമെന്ന് നിശ്ചയിക്കുന്നതും എത്ര കാർഗോ അതിനകത്ത് കയറാമെന്ന് നിശ്ചയിക്കുന്നത് അതനുസരിച്ചാണ്. അതേപോലെ തന്നെ ഈ പ്ലെയിനുകളെല്ലാം 3 ചക്രത്തിലാണല്ലോ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വീൽസിന്, ആ വീൽസ് ഹോൾഡ് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രട്ടിനും ഇതിൻ്റെ ഫുൾ വെയിറ്റ് താങ്ങണമല്ലോ. ടൺ കണക്കിന് വെയിറ്റ് അല്ലേ. അതായത് 70 ടണ്ണും 100 ടണ്ണും 150 ടണ്ണും ഒക്കെയാണ് പ്ലെയിനുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ വെയിറ്റ് ഈ വീൽസും ആ വീൽസിൻ്റെ സ്ട്രക്ചറും താങ്ങണമെങ്കിൽ ഇത് നിലത്തേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് അത് താങ്ങണമല്ലോ. ആ ഇമ്പാക്റ്റ് താങ്ങണമെങ്കിൽ അതിനും ഒരു നിശ്ചിത അളവുണ്ട്. ഒരു ചുമ്മാ ഒരു കണക്ക് പറയാനാണെങ്കിൽ 70 ടൺ ഭാരത്തിൽ നിലത്തു നിന്നും പൊങ്ങാൻ കഴിവുള്ള ഒരു പ്ലെയിൻ തിരിച്ചിറക്കണമെങ്കിൽ 70 ടൺ ഭാരത്തിൽ കൊണ്ട് ഇറക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ 55 ടണ്ണേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 60 ടണ്ണേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളൊരു കണക്ക്, ഒരു റഫ് കണക്ക് പറഞ്ഞാണെങ്കിലും അങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പോൾ തിരിച്ച് നിലത്തിറങ്ങുന്നതിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിനേക്കാളും കുറവുമായിരിക്കും. ഈ അപ്പർ ലിമിറ്റ് കൂടുന്നു എന്ന് കണ്ടാലാണ് പിന്നെ ആകാശത്ത് നിന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആകെ ഇതിനകത്തുനിന്ന് എടുത്ത് കളയാൻ കഴിയുന്ന കാര്യം ഇന്ധനമാണ്. ചില വിമാനങ്ങൾക്ക് ഇന്ധനം കോക്പിറ്റിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ചിറകിൻ്റെ വശത്തുള്ള ഒരു പൈപ്പിൽ കൂടി ഇത് പുറത്തേക്ക് പോകുന്നൊരു സംവിധാനമാണ്. എല്ലാ വിമാനങ്ങൾക്കും ഇല്ല. എല്ലാ വിമാനങ്ങൾക്കും ഇല്ല, ചില വിമാനങ്ങളുണ്ട്. അതില്ലാത്ത വിമാനങ്ങൾ എന്ത് ചെയ്യും? ഇത് കത്തിച്ച് കളയാനല്ലേ കഴിയുള്ളൂ. അപ്പോൾ ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കുറേ നേരം വട്ടമിട്ട് പറന്നും ഇത് കത്തിച്ച് കളഞ്ഞിട്ടുമായിരിക്കും ചിലപ്പോൾ നിലത്തിറങ്ങേണ്ടി വരിക. അങ്ങനെ വളരെ റെയറായിട്ടെങ്കിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു എയർ ട്രാഫിക് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മകൾ മരിച്ചു പോയ വിഷമത്തിൽ അദ്ദേഹത്തിന് റിലേ പോയിട്ട് അദ്ദേഹം മിസ്ഗൈഡൻസ് കൊടുത്തിട്ട് 2 ഫ്ലൈറ്റ് കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. റിയൽ ലൈഫിൽ അങ്ങനെ സാധ്യതയുണ്ടോ? നമ്മളുടെ ഈ ജോലിയിൽ നമ്മളുടെ ഐസ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്നതാണ്. അല്ല, പൈലറ്റ് അല്ലാതെ, പൈലറ്റിൻ്റെ ഇപ്പം ഞാൻ ട്രെയിനിനെ പറ്റി കേട്ടിട്ടുള്ളത്, ഒരു ട്രെയിൻ കൺട്രോൾ ചെയ്യുന്നതിന് 3 പേരുടെ എന്താ പറയുക മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഒരു ട്രെയിൻ കൂട്ടിയിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഫ്ലൈറ്റിൻ്റെ കേസിൽ ഇപ്പം ഒരു എയർ ട്രാഫിക് കൺട്രോളറായ, അല്ലെങ്കിൽ അതിന് ഗൈഡൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അയാൾ വിചാരിച്ചാൽ 2 ഫ്ലൈറ്റുകളെ കൂട്ടിയിടിപ്പിക്കാൻ പറ്റുമോ? അതിനെ പൈലറ്റ് വിചാരിച്ചാൽ സേവ് ചെയ്യാൻ പറ്റുമോ? എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആണ് ഞങ്ങളുടെ കണ്ണും കാതും, ഐസ് ആൻഡ് ഇയേഴ്സ് ഇൻ ദ സ്കൈ. അതുകൊണ്ട് അവർ പറയുന്ന ഡയറക്ഷനിൽ, അവർ പറയുന്ന ഹൈറ്റിൽ, അവർ പറയുന്ന സ്പീഡിലാണ് എല്ലാ വിമാനങ്ങളും പോകുന്നത്. അതൊരു വാസ്തവം. അവരുടെ കൺട്രോളിംഗ് ഇല്ലാതെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു മിസ്മാനേജ്മെൻറ്റ് സംഭവിക്കുമോ? ഹിസ്റ്ററിയിൽ അത് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പൊതുവെ അങ്ങനെ സംഭവിക്കാറില്ല. എയർ ട്രാഫിക് കൺട്രോളേഴ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും എയർ ട്രാഫിക് കൺട്രോളേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അവരുടെ സുപ്പീരിയേഴ്സ് ഉണ്ട്, മേൽനോട്ടം വഹിക്കുന്ന. അപ്പോൾ ഒരിടത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അത് കവർ ചെയ്യാനായിട്ട് അവർക്കൊരു ബാക്കപ്പ് സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ ഇനി എല്ലാ സംവിധാനങ്ങളും കളഞ്ഞിട്ട് 2 വിമാനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അത് ഒഴിവാക്കാനുള്ള ട്രെയിനിങ് ഉണ്ട്. അതിന് കേപ്പബിൾ ആയിട്ടുള്ള വിമാനങ്ങളുമാണ് എന്നുള്ളത്. വളരെ സേഫാണ്. ഒരു കാര്യം കൂടി സംസാരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്താണ് ഇതിൻ്റെ ശമ്പളത്തിൻ്റെ ക്രൈറ്റീരിയ? അല്ല, അത് ചോദിക്കാം. ഞാൻ മുമ്പ് ചോദിക്കാൻ വിട്ടുപോയില്ല, അതുമായി കണക്ട് ചെയ്ത് വെച്ചാൽ ഇതിലെടുക്കുന്ന എഫേർട്ടിൻ്റെയും, അതായത് 0 എറർ ജോബാണ് എന്ന് ക്യാപ്റ്റൻ തന്നെ പറഞ്ഞിരുന്നു. ഇതിനെടുക്കുന്ന എഫേർട്ടും ഇൻവോൾവ്മെൻറ്റും റിസ്ക്കും ഒക്കെ വെച്ച് താരതമ്യേന മെച്ചമുള്ള സാലറി കിട്ടുന്ന ഒരു ജോബ് തന്നെയാണോ ഇത്? നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്, പ്രൊവൈഡഡ്
നല്ല എയർലൈനിൽ കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് എടുത്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും അങ്ങനെ എയർലൈനിൽ ജോലി കിട്ടുന്നില്ല. കണക്കനുസരിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ത്യയിൽ ജോലി ഇല്ലാതെയുണ്ട്. ഇപ്പോൾ ഏതൊരു ഫീൽഡിലും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ കോളേജ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നല്ല ജോലി കിട്ടണം എന്നില്ല. അതിൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളവർക്ക് നല്ല കമ്പനികളിൽ നല്ല ജോലി കിട്ടുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിലും. അപ്പോൾ ഇതിനകത്ത് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ പരീക്ഷയൊക്കെ എഴുതി ഇൻ്റർവ്യൂ പാസ്സായി വരുന്ന കുട്ടികൾക്ക് ഉടൻ തന്നെ ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട്. വളരെ യങ് ആയിട്ടുള്ള കുട്ടികൾ ഇതിലേക്ക് വരുന്നില്ല. അത് എൻ്റെ ചോദ്യം അതല്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇത്രയും എഫേർട്ടും ഇത്രയും ആക്യുറസിയും ഇത്രയും എന്താ പറയുക ഡിസിപ്ലിനും ഒക്കെ കീപ്പപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു ജോലിയാണിത്. ഇത്രയും എഫേർട്ട് മറ്റൊരു ജോലിയിലിട്ടാൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടില്ലേ? അതിനനുസരിച്ച് ഒരു പൈലറ്റിന് ശമ്പളം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 19 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചിട്ട് എന്ത് കിട്ടും? 80 ലക്ഷം കൊണ്ട് തീരുന്നില്ല. അല്ലെങ്കിൽ ഇതിന് മെച്ചമുണ്ടോ? ഇത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ കിട്ടും. ഓപ്പൺ ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ ജോലിക്ക് പോയത്. അത് ഇതിനകത്ത് ഒരു ലൈസൻസ് എടുക്കാൻ തന്നെ ലൈസൻസ് എടുക്കാൻ തന്നെ 50-60 ലക്ഷം രൂപയും അതിനുശേഷം ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള വിമാനത്തിന്റെ അഡീഷണൽ ട്രെയിനിങ്ങിനായിട്ട് മറ്റൊരു 20-25 ലക്ഷം രൂപയും എല്ലാം കൂടെ നോക്കിയാൽ എങ്ങനെ ഒരു 85 ലക്ഷം രൂപയില്ലാതെ ഇത് പഠിച്ചിറങ്ങാൻ ഇന്നത്തെ അവസ്ഥയിൽ. അത്രയും ചിലവുള്ളൊരു കാര്യത്തിന് ശമ്പളം ഒരു സമയം എടുത്ത് മാത്രമേ അത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വളരെ ഹാർഡ് ഫാക്ട്, ഒരു വസ്തുതയാണ്. ഇന്ത്യയിൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ശമ്പളം ഏവിയേഷനിൽ കുറവാണ്, പൈലറ്റ്സിന് കുറവാണ്. അത് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആഗ്രഹിക്കുന്ന എല്ലാ പൈലറ്റ്സിൽ ഒരാൾ തന്നെയാണ് ഞാനും. ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യട്ടെ. ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക് ഇന്ത്യയിൽ കിട്ടാനാണോ സാധ്യത, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്നവർക്ക് വിദേശത്ത് കിട്ടുമോ ഇന്ത്യയിൽ കിട്ടുമോ? അങ്ങനെ ഒരു കമ്പാരിസൺ കൂടി ചെയ്യാമല്ലോ. എന്ന് വെച്ചാൽ ഇന്ത്യ പഠിക്കുന്നതിന് 85 ആണെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന അതിൽ കൂടുതലാവുമോ? അവർക്ക് ജോലി സാധ്യത കിട്ടാനുള്ള സാഹചര്യം എവിടെയാണ് കൂടുതൽ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. കാര്യം ഒരുപാട് കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ആ കുട്ടികളും അല്ലെങ്കിൽ അവരുടെ പേരൻസും ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്. ഇത് പൊതുവെ ഒരുപാട് കുട്ടികൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ചാൽ അവിടെ ജോലി കിട്ടുന്നത്. അങ്ങനെ അല്ല. നമ്മൾ ഇന്ത്യൻസാണ്. ഇന്ത്യൻസിന് പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജോലി കിട്ടുകയുള്ളൂ. പുറം രാജ്യങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ അതിനുള്ള സാധ്യത 99% ആ പഠിക്കുന്ന ഫ്ലൈയിങ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടറായിട്ടൊക്കെ ജോലി കിട്ടും. അങ്ങനെയുണ്ട് ഇതിനകത്തല്ലേ? അതെ. അല്ലാതെ അതിൻ്റെ ഒരു അഡീഷണൽ ട്രെയിനിങ് ചെയ്താൽ ഒരു നാഷണാലിറ്റി ഇഷ്യൂ ഉണ്ടാവാം, ഒരു പക്ഷേ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കും അതല്ലേ? എല്ലാ രാജ്യങ്ങളും അവരവരുടെ നാഷണൽസിനെ സാധ്യത കൊടുക്കുന്നുള്ളൂ, ജോലി കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഏത് രാജ്യത്ത് പോയാലും നമ്മളെപ്പോഴും സെക്കൻഡ് സിറ്റിസൺസ് ആണ്. നമ്മൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നാലേ ജോലി കിട്ടുള്ളൂ. കുട്ടികളൊക്കെ പഠിച്ചിട്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ പരീക്ഷ എഴുതി ഇന്ത്യയിലെ ലൈസൻസ് എടുക്കണം. അതെന്താണ്? അവിടെ പഠിച്ചാൽ ഇവിടെ വന്നാൽ വേറെ പരീക്ഷ എഴുതണോ? ഇന്ത്യയിൽ പരീക്ഷയും എഴുതണം, ഇന്ത്യയിൽ ഫ്ലൈയിങ് ടെസ്റ്റും ചെയ്യണം. പക്ഷേ ആ അവേഴ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അവേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യും. അവിടെ ചെയ്ത എല്ലാം ആ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതെല്ലാം ഇവിടെ കൺസിഡർ ചെയ്യും. പക്ഷേ ടെസ്റ്റുകളെല്ലാം ഇവിടെ ചെയ്യണം. അത് മാൻഡേറ്ററി റൂളാണ്. അങ്ങനെ ചെയ്ത് ഇന്ത്യയിലെ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്ത്യയിലെ ജോലി കിട്ടുള്ളൂ. ഇന്ത്യയിലെ ജോലി കിട്ടുള്ളൂ. പുറം രാജ്യങ്ങളിൽ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ കുറച്ച് നാളൊക്കെ ജോലി ചെയ്യാം. പക്ഷേ ഒരു എയർലൈൻ ജോബൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻസിന് ഇന്ത്യയിലെ സാധ്യതയുള്ളൂ. അതൊരു വസ്തുതയാണ്, എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, എത്ര നാളത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട് ക്യാപ്റ്റൻ രമേശിന്? ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 16 വർഷമായി. ഈ 16 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും എമർജൻസി അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതോ പേടിയുണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏത് സെഗ്മെൻറ്റിൽ ഫ്ലൈ ചെയ്യുമ്പോഴാണ് പേടി തോന്നാറുള്ളത്? അങ്ങനെ വല്ലതും ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു? ദൈവം സഹായിച്ച് എമർജൻസീസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എമർജൻസി ഉണ്ടാകാനുള്ള പോലെ സാധ്യതകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇതൊരു എക്യുപ്മെൻ്റാണ്, ഒരു മെഷീനറിയാണ്. അതിനകത്ത് പലപ്പോഴും പല കുഴപ്പങ്ങളും ഉണ്ടാകാം. അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും അപ്പോഴാണ് നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെയും ഇത്രയും ട്രെയിനിങ് ചെയ്തതിൻ്റെയും ഗുണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ചില സെക്ടേഴ്സിൽ ഇപ്പോൾ ഇറാൻ യുദ്ധം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുമ്പ് ആരോടോ സംസാരിച്ചപ്പം കേട്ടിട്ടുണ്ട്, ഈ ഓരോ രാജ്യങ്ങളുടെയും ഏവിയേഷൻ ഏരിയ കടക്കുമ്പോൾ പെർമിഷൻ എടുക്കണോ, പെർമിഷൻ ആവശ്യമാണോ, അതോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പെർമിഷൻ വന്നുകൊണ്ടിരിക്കുമോ? വന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? എന്താണ് അതിൻ്റെ ഒരു? നമ്മളൊരു വിമാനം ഒരു രാജ്യം കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പെർമിഷൻ എടുക്കേണ്ടതാണ്.
അതെടുത്തതിന് ശേഷമേ ഒരു വിമാനം ഇവിടുന്ന് പറന്ന് പൊങ്ങാൻ അനുവദിക്കാറുള്ളൂ. അതിനുശേഷം ഓരോന്നിനും അതിർത്തിയുണ്ട്. നമ്മൾക്ക് രാജ്യങ്ങൾക്ക് അതിർത്തിയുള്ള പോലെ തന്നെ ഈ എയർ സ്പേസിനും മുകളിലും അതിർത്തിയുണ്ട്. ആ അതിർത്തി ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ, കണക്കനുസരിച്ച് മിനിമം 10 മിനിറ്റ് മുമ്പേ എങ്കിലും അടുത്ത രാജ്യത്തിൻ്റെ പെർമിഷൻ കിട്ടണം. എങ്ങനെയാണ് കിട്ടുന്നത്? വയർലെസ്സിൽ വിളിച്ച് സംസാരിച്ച് ഞാൻ ഇന്ന വിമാനമാണ് ഈ ഇത്ര ഉയരത്തിൽ ഇന്ന സ്ഥലത്ത് എത്താറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും ശരി, ഓക്കെ, ഈ റൂട്ടിൽ കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പൊക്കോളൂ എന്ന് പറയും. അതാണ് ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ നമുക്ക് വേറൊരു രാജ്യത്തിലും എൻ്റർ ചെയ്യാൻ എപ്പോഴെങ്കിലും അങ്ങനെ പെർമിഷൻ കിട്ടാതിരുന്നിട്ടുണ്ടോ? പെർമിഷൻ വൈകിട്ടുണ്ടോ? ഇല്ല, വൈകിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന റൂൾസാണ്. അതെപ്പോഴും ആ റൂൾസ് പ്രകാരം എല്ലാ കൺട്രീസും നമ്മളെ, ഞാൻ പല പ്രാവശ്യവും പാകിസ്ഥാനും മുകളിൽ കൂടെയൊക്കെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇറാന് മുകളിലൂടെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ, അവരുടെ എയർ സ്പേസ്, ഇറാന് മുകളിൽ കൂടെ അവരുടെ എയർ സ്പേസിൽ കൂടെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ഇല്ല, പെർമിഷൻ വേണമെന്ന് വളരെ സ്ട്രിക്റ്റ് ആണ്. ആകാശത്തിലൂടെ പറക്കാം അല്ലെങ്കിൽ പറക്കുന്ന വിസ്മയകരമായ ഈ എയറോപ്ലെയിനെ പറ്റി ഇത്രയധികം കാര്യങ്ങൾ, കാരണം വളരെ ചുരുക്കം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടെങ്കിലും വളരെ വിശാലമായി ഈ കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ AVT. താങ്ക് യു.